ഹബക്കൂക്കിന്റെ ആവലാതികൾ. പ്രിയ കൂട്ടുകാരെ, ബൈബിൾ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പഴയ നിയമത്തിലെ 35-ാമത്തെ പുസ്തകമായ ഹബക്കൂക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. മറ്റു പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ പുസ്തകം ഹബക്കൂക്കും ദൈവവുമായിട്ടുള്ള ഒരു സംഭാഷണമായിട്ടാണ് വിവരിച്ചിരിക്കുന്നത്. അശൂരിനെ കീഴടക്കി ഉയർന്നു വന്ന ബാബിലോൺ അഥവാ കൽദേർ എന്ന സാമ്രാജ്യം യഹൂദയെ വളരെയധികം ഞെരുക്കിക്കൊണ്ടിരുന്ന കാലത്തിലാണ് ഹബക്കൂക്ക് തൻ്റെ ആവലാതികളുമായി ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെന്നത്. ദൈവത്തിൽ നിന്നല്ലാതെ ആരിൽ നിന്നും തൻ്റെ ആവലാതികൾക്കുള്ള മറുപടിയും പരിഹാരവും ലഭിക്കുകയില്ല എന്നുള്ള ഉറച്ച വിശ്വാസമാണ് ഹബക്കൂക്കിനെ അതിന് പ്രേരിപ്പിച്ചത്. നമ്മൾ ഇതിനു മുമ്പുള്ള പുസ്തകമായ നാഹൂമിൽ യഹൂദ രാജാവായ ഹിസ്കിയാവിന്റെ കാലത്ത് അശൂർ രാജാവ് യഹൂദക്കെതിരായി വന്നതും ദൈവം സ്വർഗത്തിൽ നിന്നൊരു ദൂതനെ തന്നെ അയച്ച് അശൂർ പാളയത്തിൽ ഒരു മഹാസംഹാരം നടത്തി യഹൂദയെ രക്ഷിച്ചതുമൊക്കെ കൂട്ടുകാർ ഓർക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക ഒരു രോഗവും ബാധിച്ചു. എന്നിരുന്നാലും ഹിസ്കിയാവിന്റെ പ്രാർത്ഥനയിൽ ദൈവം അവന്റെ ആയുസ്സിനെ 15 വർഷം നീട്ടിക്കൊടുത്തു. അതറിഞ്ഞ് അന്നത്തെ ബാബേൽ രാജാവ് സൗഖ്യമെന്ന ഹിസ്കിയാവിന് എഴുത്തും സമ്മാനവും കൊടുത്തയച്ചു. ഹിസ്കിയാവ് തന്റെ ആയുധശാലയും ഭണ്ഡാരഗ്രഹവും അതിലുള്ളതൊക്കെയും അവരെ കാണിച്ചു. രാജധാനിയിലും തൻ്റെ ആധിപത്യത്തിലും ഹിസ്കിയാവ് അവരെ കാണിക്കാത്തതായി ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് യഹോവയുടെ വചനം യെശയ്യാവ് മുഖാന്തരം ഹിസ്കിയാവിനുണ്ടായി. രാജധാനിയിലുള്ളതൊക്കെയും അവരെ കാണിച്ചതിൻ്റെ പേരിൽ അവിടെയുള്ളതൊക്കെയും ബാബേലിലേക്ക് എടുത്തുകൊണ്ട് പോവുമെന്നും അതോടൊപ്പം അവന്റെ പുത്രന്മാരിലും ചിലരെ ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടു പോവുമെന്നും ദൈവം അറിയിച്ചു. അതുപോലെ തന്നെ ഹിസ്കിയാവിന്റെ കാലശേഷം ബാബേൽ രാജാവ് യഹൂദയെ ഞെരുക്കി തുടങ്ങി. ഹിസ്കിയാവിന് ശേഷം വന്ന യഹൂദ രാജാക്കന്മാരിൽ അധികവും യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്യുന്നതിൽ മുന്നിട്ട് നിന്നവരായിരുന്നു. അങ്ങനെ ദേശം നീതികേടും പീഡനവും കവർച്ചയും സാഹസവും കൊണ്ട് നിറഞ്ഞു. കലഹവും ശണ്ഠയും പതിവായി തീർന്നു. ഇത് കണ്ട മനം തകർന്ന് ഹബക്കൂക്ക് തന്റെ ആവലാതികളുമായി ദൈവത്തിന്റെ അടുത്തേക്ക് ചെന്നു. യഹൂദയുടെ ദുഷ്ടതയ്ക്ക് പകരമായി ദൈവം തന്നെയാണ് കൽദേരെ യഹൂദയ്ക്ക് എതിരായി വരുത്തുന്നതെന്ന് ദൈവം അറിയിച്ചു. യഹൂദ പ്രവർത്തിക്കുന്നത് ദോഷമാണെങ്കിലും അവരെ ശിക്ഷിക്കാൻ ദൈവം അവരെക്കാൾ ദുഷ്ടതയേറിയ ജാതിയെ ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ ഹബക്കൂക്കിന് വീണ്ടും ചോദ്യങ്ങളുണ്ടായി. അതുമായി അവൻ യഹോവയുടെ അടുത്തേക്ക് ചെന്നു. ദോഷം കണ്ടുകൂടാതവണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനും പീഡനം കാണാൻ കഴിയാത്തവനുമായുള്ള ദൈവം എങ്ങനെയാണ് ദ്രോഹം പ്രവർത്തിക്കുന്നത് കണ്ട് വെറുതെ ഇരിക്കുന്നതെന്നും ദുഷ്ടൻ തന്നിലും നീതിമാനായവനെ വിഴുങ്ങുമ്പോൾ മിണ്ടാതിരിക്കുന്നതെന്നും അവൻ ചോദിച്ചു. തുടർന്ന് യഹോവയുടെ മറുപടിക്ക് വേണ്ടി ഹബക്കൂക്ക് കാത്തിരുന്നു. ദൈവം അവനെ ഒട്ടും നിരാശപ്പെടുത്തിയില്ല. അവൻ ഉത്തരമരുളി. ഒരു ദർശനം നൽകി അതെഴുതി വയ്ക്കുവാൻ ആവശ്യപ്പെട്ടു. അത് വൈകിയാലും അതിനായി കാത്തിരിക്കണമെന്നും ദൈവം അരുളി ചെയ്തു. യഹൂദയെ കീഴടക്കാൻ ദൈവം ബാബിലോണിനെ അനുവദിച്ചു എങ്കിലും മഹാനഗരമായ ബാബിലോൺ ചെയ്യുന്ന 5 കാര്യങ്ങൾ ദൈവം അയ്യോ കഷ്ടം എന്ന് പറഞ്ഞു. തൻ്റേതല്ലാത്തത് വർദ്ധിപ്പിക്കുകയും പണയപണ്ടം ചുമന്നുകൂട്ടുകയും ഉയരത്തിൽ കൂടുവെക്കേണ്ടതിനു വേണ്ടി ദുരാദായം ആഗ്രഹിക്കുന്നവനുമായിരുന്നു ബാബിലോൺ. അവർ രക്തപാതകം കൊണ്ട് പട്ടണം പണിയുകയും നീതികേടുകൊണ്ട് നഗരം സ്ഥാപിക്കുകയും കൂട്ടുകാരുടെ നഗ്നത കാണേണ്ടതിന് അവർക്ക് കുടിക്കാൻ കൊടുക്കുകയും നഞ്ചു കൂട്ടിക്കലർത്തി ലഹരി പിടിപ്പിക്കുകയും ചെയ്യുന്നതിൽ അവർ മടിച്ചില്ല. അവർ മനുഷ്യരോട് ചെയ്ത ദ്രോഹത്തിന് പുറമെ മൃഗങ്ങളുടെ നേരെയും തങ്ങളുടെ സംഹാര താണ്ഡവം നടത്തി. ഈ ദ്രോഹങ്ങൾക്ക് പുറമെ ബുദ്ധിശൂന്യതയും അവരെ മൂടിയിരുന്നു.
അവർ മരത്തോട് ഉണരുക എന്നും ഊമക്കല്ലിനോട് എഴുന്നേൽക്ക എന്നും പറയുന്നു. എന്നിരുന്നാലും ഇങ്ങനെ സ്വയം അഹങ്കരിക്കുന്ന ആളുകളുടെ ഇടയിലും ദൈവത്തെ വിശ്വസിക്കുന്ന നീതിമാന്മാരുടെ പട്ടികയിൽപ്പെടുന്ന ഒരു കൂട്ടം ആളുകളും ഉണ്ടായിരുന്നു. ഇസ്രായേലിന്റെ പരിശുദ്ധനായ യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിൽ ഉണ്ട്, സർവഭൂമിയും അവന്റെ സന്നിധിയിൽ മൗനമായിരിക്കും എന്ന് തന്റെ ആവലാദികളുമായി യഹോവയുടെ അടുത്ത് ചെന്ന ഹബക്കൂക്കിന് മനസ്സിലായി. അവൻ ഇയ്യോബിനെ പോലെ ദൈവത്തെ ഭയപ്പെട്ടു. ദൈവത്തിന്റെ മഹത്വത്തെ മനസ്സിലാക്കിയ ഹബക്കൂക്ക് തനിക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ ഏതായിരുന്നാലും തന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കുവാൻ തീരുമാനിച്ചു. യഹോവയായ കർത്താവ് അവന്റെ ബലമാകിയാൽ അവൻ തന്റെ കാലുകളെ പേടമാൻ കാലുപോലെയാക്കി. ദൈവം ഉന്നതികളിലേക്ക് തന്നെ നടത്തുമെന്നറിഞ്ഞ ഹബക്കൂക്ക് സന്തോഷത്തോടെ തന്റെ പ്രാർത്ഥന അവസാനിപ്പിച്ചു. ദൈവം അനുഗ്രഹിക്കട്ടെ.